സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാന്റെ പ്രഖ്യാപനങ്ങൾ കാണുന്നത് ഇറാന് കിട്ടിയതൊന്നും മതിയായിട്ടില്ല എന്ന് ഖമേനി ഇന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുള്ളത് നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും അറസ്റ്റ് വാറണ്ട് അല്ല, മരണ വാറണ്ടാണ് കൊടുക്കേണ്ടത് എന്നാണ്. ഇത് ഖമേനി തന്നെയാണോ അല്ല ഖമേനിക്ക് വേണ്ടി ആരെങ്കിലും എക്സ് പ്ലാറ്റ്ഫോമിൽ എഴുതുന്നതാണോ എന്നുള്ളത് ഇപ്പോഴും നിശ്ചയമില്ല. കാരണം ഞാൻ പലതവണ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം 26-ാം തീയതി രാവിലത്തെ അറ്റാക്കിന് ശേഷം ഖമേനിയെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. പടങ്ങളും ഇതുപോലെ എക്സ് പ്ലാറ്റ്ഫോമിലെ ചില കുറിപ്പുകളും മാത്രമാണ് ഇദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നതിന് ഇറാൻ മുൻപോട്ട് വെക്കുന്ന തെളിവ്. എന്തായാലും അദ്ദേഹം ഇങ്ങനെ പറയുമ്പം അറസ്റ്റ് വാറണ്ട് അല്ല, മരണ വാറണ്ടാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഒരു മരണ ഫത്വ ആണെന്ന് വേണം വിചാരിക്കാൻ. അതായത് നെതന്യാഹുവിനെ കൊല്ലണം എന്നുള്ള ഖമേനിയുടെ ഇസ്ലാമിക ലോകത്തുള്ള ഉത്തരവായിട്ടാണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനിടയിലൂടെ ഖമേനിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് വിചാരിക്കുന്ന അലി ലാരിഞ്ചാനി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം ലെബനോണിലൊക്കെ പീസ് ടോക്കിന് അമേരിക്കയുമായിട്ടുള്ള പീസ് ടോക്കിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഡമാസ്കസിലുണ്ടായിരുന്നു, സിറിയയുടെ തലസ്ഥാനത്തുണ്ടായിരുന്നു. അവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചല്ല അറ്റാക്ക് ചെയ്തത്, അവർ ലക്ഷ്യം വെച്ച ആളുകളെ അവർ ശരിയാക്കി. പക്ഷേ ഇദ്ദേഹം അവിടെ നിന്ന് പോയി. ഈ അലി ലാരിഞ്ചാനി ഒരുപക്ഷെ ഈ ഇസ്രായേൽ അറ്റാക്കിൻ്റെ ഒക്കെ ഒരു ദേഷ്യത്തിലും ഒരു ഷോക്കിലും ഒക്കെ ആയിരിക്കും. അദ്ദേഹവും പറഞ്ഞു ഇറാൻ ഫൈനൽ അറ്റാക്കിലേക്ക് നീങ്ങുകയാണ്, ഞങ്ങൾ അവസാന ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം 26-ാം തീയതി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ പ്രതികാരമായി ഒരു ഫൈനൽ അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാലും നമുക്കറിയാം അത് ഫൈനൽ അറ്റാക്ക് തന്നെ ആയിരിക്കും, പിന്നെ ഇറാൻ ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഒരു അദ്ദേഹം വാങ്ങിക്കെട്ടി അടങ്ങുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഇറാനിയൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടമോ ഇതിനകത്ത് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഇത് ഈ ഖമേനിയുമായി ബന്ധപ്പെട്ട് വരുന്ന, അപ്പോൾ അവിടെ 2 സെക്ഷൻ ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. മത തീവ്രവാദത്തിൻ്റെ ഒരു സെക്ഷനും ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇവരുടെ കൈകളിൽ ഈ പവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അധികാരം ഞങ്ങളുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ശബ്ദമുണ്ട് എന്ന് മത തീവ്രവാദ നേതൃത്വം തെളിയിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതായിരിക്കാം. ഇതിനകത്ത് എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത്, കാരണം ഒരു രാജ്യവും ഇതിന് വലിയൊരു വില കൊടുക്കുന്നില്ല. ആരും ഇറാനോട് ആക്രമിക്കരുത് അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നൊന്നും പറയാൻ ആരും നിൽക്കുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഭീഷണി വരുമ്പോൾ ഉടനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരു പാസിഫൈങ് രീതിയിലുള്ളൊരു സംസാരം വരുന്നതാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്ത് വിലയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ ഇസ്രായേലിനെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു റാബി, അവരുടെ ഒരു റാബി, അദ്ദേഹത്തിൻ്റെ പേര് സ്വി ഖോഗാൻ എന്നാണ്, ZVI ഖോഗാൻ, സ്വി ഖോഗാൻ എന്ന് പറഞ്ഞ ഒരാളെ UAE-യിൽ നിന്ന് ഒരു 3 ദിവസം മുൻപ് മിസ്സിംഗ് ആയിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം വധിക്കപ്പെട്ടു. അതിൻ്റെ പുറകിൽ ഇറാനാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തെ വധിച്ചവരെ ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും കണ്ടുപിടിച്ച് പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ ഇസ്രായേൽ പൗരന്മാർക്ക് അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ആലോചിക്കണം. ഈ പറയുന്ന ആള് സ്വി ഖോഗാൻ, അയാൾ ഒരു ഇസ്രായേലി പൗരനല്ല, അയാൾ ജൂതനാണെന്നേ ഉള്ളൂ. അദ്ദേഹം ഒരു ഇസ്രായേലി പൗരനല്ല. അദ്ദേഹം ഒരു മോൾഡോവാൻ സിറ്റിസണാണ്. മോൾഡോവാൻ എന്ന് പറയുന്നത് ഈ ഉക്രൈൻ്റെ തൊട്ട് കിഴക്കായിട്ട് വരുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ്, കൊച്ചു യൂറോപ്യൻ രാജ്യമാണ്. നമുക്ക് പേര് കേട്ട് പരിചയം പോലുമില്ല. അത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. അത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി. സോവിയറ്റ് യൂണിയൻ 1991 ഡിസോൾവ് ചെയ്ത സമയത്ത് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു ദരിദ്ര രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു മോൾഡോവൻ സിറ്റിസണാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു US സിറ്റിസണാണ്. അവർക്കൊരു ഇന്ത്യൻ ബന്ധമുണ്ട്. ഈ US സിറ്റിസൺ ആയിട്ടുള്ള വൈഫിൻ്റെ അമ്മാവൻ 2008 മുംബൈ ടെറർ അറ്റാക്കിൽ വധിക്കപ്പെട്ടതാണ്. അദ്ദേഹവും ഒരു റാബിയാണ്. അപ്പോൾ ഇവർ ഒരു ഓർത്തഡോക്സ് ഹാസിഡിക് ജ്യൂ എന്ന് പറയുന്ന ഹൈലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ജ്യൂ കാറ്റഗറി വരുന്ന ആളുകളാണ്. അപ്പോൾ ഇയാൾ ഈ ജൂതായിസം ഒക്കെ സ്പ്രെഡ് ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇയാൾ ദുബായിൽ ജൂതായിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവിടെ താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ ഒരു കോഷർ ഗ്രോസറി ഷോപ്പ് നടത്തുന്നുണ്ട്. കോഷർ ഗ്രോസറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പിന്നെ എന്താ പറയുക, ഈ മതപരമായ ഭക്ഷണം, മതം അനുവദിച്ചിട്ടുള്ള ഭക്ഷണം, ഹലാൽ ഫുഡ് എന്നൊക്കെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഈ ഇസ്രായേൽക്കാർക്ക് അങ്ങനത്തെ ഒരു ഫുഡുണ്ട്.
അപ്പം കോഷർ ഫുഡ് എന്നാണ് അവരതിന് പറയുക. അത് ഏറ്റവും എക്സ്ട്രീം ജൂയിഷ് ആയിട്ടുള്ള ഹൈലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ്. മറ്റ് ബഹുഭൂരിഭാഗം ജ്യൂസും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അവർക്ക് റിലീജിയസ് ലൈഫുണ്ട്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ സാധാരണ ദിവസങ്ങളിലോ അത്തരം കാര്യങ്ങൾ അവർ സാധാരണ ജ്യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ജൂയിഷ് റാബിയാണ്. അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് ഇറാനാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഇറാൻ അത് ഡിസോൺ ചെയ്തിട്ടുണ്ട്, ഞങ്ങളല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിന് കടുത്ത ഭാഷയിലാണ്. ഇറാനോട് അവർ സംസാരിച്ചിട്ടില്ല, പക്ഷെ അവർ പറയുന്ന ആര് ചെയ്താലും ശരി ഇതിന് പ്രതികാരമുണ്ടാവും എന്നാണ്. ഒരു ജ്യൂ എന്നുള്ളത് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ജ്യൂ ആണെങ്കിലും ദേ കൺസിഡർ ദം ആസ് പാർട്ട് ഓഫ് ഇസ്രായേൽ കൺട്രി. ഇസ്രായേൽ നേഷൻ്റെ ഭാഗമാണത്. അവരുടെ സിറ്റിസൺഷിപ്പ് ഏത് രാജ്യത്തിലായാലും ശരി അവർ അതിന് കൊടുക്കുന്ന മൂല്യം അതൊരു ജ്യൂ ആണ്, അത് ഞങ്ങളുടെ രാജ്യത്തെയാണ്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടിരുന്നു, ഹമാസിനോട് ഏതെങ്കിലും ഒരു ബന്ധിയെ തിരിച്ചു തന്നാൽ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 42 കോടി രൂപയാണ്. 42 കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരവരുടെ അത് ഡെഡ് ഓർ ലൈഫ്, ജീവനോടെ വേണമെന്നില്ല, ഡെഡ് ബോഡി തിരിച്ചു കിട്ടിയാൽ മതി. ഡെഡ് ബോഡി തിരിച്ചു കിട്ടിയാൽ പോലും ഈ ഒരു തുക കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും മൂല്യം അവരവരുടെ ഒരു സിറ്റിസണിന് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ആ കൂട്ടത്തിൽ ഹമാസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫീമെയിൽ ഹോസ്റ്റേജിനെ കൂടി അവർ വധിച്ചു കളഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഭയങ്കരമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മറ്റേ ഗാസ റീജിയണിലും ലെബനോണിലും ഒക്കെ ഇസ്രായേൽ ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടോട്ടലായിട്ട് അന്ന് 251 ആളുകളാണ്, IDF-ൻ്റെ കണക്കനുസരിച്ച് 251 ആളുകളാണ് ബന്ദികളായി പിടിക്കപ്പെട്ടു പോയത്. അതിലൊരു 105 പേരെ ഇവർ സ്വതന്ത്രരാക്കി വിട്ടിട്ടുണ്ട്. അതിൽ 80 പേര് ഇസ്രായേൽക്കാരാണ്, ബാക്കി മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരാണ്. അതിന് പകരമായിട്ട് 240 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ അവർക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഗാസയിൽ ഇപ്പം IDF-ൻ്റെ കണക്കനുസരിച്ച് 97 പേരാണുള്ളത്. ആ 97 പേരിൽ 14 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 14 പേരുടെ ഡെഡ് ബോഡിയും ബാക്കി ജീവനുള്ള മനുഷ്യരുമായിട്ട് മൊത്തം 97 പേര് ഗാസയിലുണ്ടെന്നാണ് അവരുടെ കണക്ക്. എന്നാലും ഇതിൽ കണക്കൊക്കുന്നില്ല. ഇതിൽ എങ്ങോട്ട് പോയി എന്ന് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഇസ്രായേൽ മൊസാദിനും അതുപോലെ IDF-നും ട്രേസ് ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകൾ കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. അപ്പോൾ അവരെ കിട്ടുന്നത് വരെ യുദ്ധം നിർത്തുകയില്ല എന്നൊരു നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിൽക്കുന്നതെങ്കിൽ പോലും ലെബനോണിൽ ടോക്കിനെ സംബന്ധിച്ച് നെതന്യാഹു സംസാരിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാൻ അവരുടെ രാജ്യത്ത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി അസോസിയേഷൻ ഇൻസ്പെക്ഷൻ അവർ തടഞ്ഞിരിക്കുകയാണ്. അവർ എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വർത്തമാനം പറയുന്നതിനിടയിൽ കൂടി തന്നെയും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ യുണൈറ്റഡ് കിങ്ഡവും ജർമ്മനിയും ഫ്രാൻസും ഉടനെ വിസിറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പം ഈ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ, ആറ്റോമിക് ഇൻസ്പെക്ടേഴ്സ് എന്നാണ് പറയുന്നത് വരുന്ന ആളുകളെ, അവരുടെ ഇൻസ്പെക്ഷൻ ഇവർ നിഷേധിക്കുമ്പോഴും ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി സമാധാന ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തുകൂടിയാണ് ഇവരുടെ ശ്രമങ്ങൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് മത നേതൃത്വം, വേറൊന്ന് ഭരണ നേതൃത്വം. ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. മത നേതൃത്വത്തെ സംബന്ധിച്ച് മരിച്ചാലും തിരക്കേടില്ല, യുദ്ധം ചെയ്യണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നിശ്ചയമായും വെസ്റ്റേൺ ഫോഴ്സുകൾ, പ്രത്യേകിച്ചും ഇസ്രായേൽ, അവരുടെ നേരെ കയറി അടിക്കുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഒരു ബോംബ് ഉണ്ടാക്കാവുന്ന ഒരു ലെവലിലേക്ക് ഇവരുടെ എൻറിച്ച്മെന്റ് എത്തിക്കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഇവരുടെ ഫെസിലിറ്റികളെ നിശ്ചയമായും ഇസ്രായേൽ ആക്രമിക്കും. അതൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത് പ്രാക്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കണം ഇവരുടെ ഫോറിൻ മിനിസ്റ്റർ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടനെ തന്നെ UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യും എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിനിടയിലൂടെ ശനിയാഴ്ച കാലത്ത് ബെയ്റൂത്തിൽ അതിഭീകരമായൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ വക ഒരു 8 നില കെട്ടിടം ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ ഹിസ്ബുള്ളയുടെ ആ നേതാവിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ഈ ബങ്കർ ബസ്റ്റർ ബോംബ് അവർ ഉപയോഗിച്ചു എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒക്കേഷനാണിത്. ബെയ്റൂത്ത് മൊത്തമായിട്ട് കുലുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടെ ഉദ്ദേശിച്ചത് അലി മുഹമ്മദ് ഹൈദർ എന്ന് പറയുന്ന ഇപ്പോൾ ഹെസ്ബുള്ളയിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെ വധിക്കാൻ വേണ്ടിയാണ് അവർ ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇത് IDF ഇത് കൺഫേം ചെയ്തിട്ടില്ല. ഇയാൾ വധിക്കപ്പെട്ടോ എന്നുള്ള കാര്യവും കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. ഇദ്ദേഹം അതിൻ്റെ അടിയിൽ ബങ്കർ ഒളിച്ചിരിക്കുന്നു എന്ന അറിവോടെയാണ് ഇവർ ഇത് ആക്രമിച്ചിട്ടുള്ളത്. ചിലർ പറയുന്നത് ഈ നഈം ഖാസിം എന്ന് പറയുന്ന ഹെസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തെയാണ് ലക്ഷ്യം വെച്ചതെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ നഈം ഖാസിം ഈ ദിവസങ്ങളിലൊക്കെ പീസ് ടോക്കുമായി ബന്ധപ്പെട്ട് ഉള്ള മൂവിലാണ്. അപ്പം അദ്ദേഹത്തിനും
ഈ പറഞ്ഞ ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിന് ശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെയാണോ ലക്ഷ്യം വെച്ചത് എന്ന് ഉറപ്പില്ല. ഇസ്ലാമിക് മീഡിയ പറയുന്നത് ഈ നഈം ഖാസിമിനെയാണ് ഇവർ ലക്ഷ്യം വെച്ചതെന്നാണ്. പക്ഷേ ന്യൂട്രൽ മീഡിയ, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ പറയുന്നത് അലി മുഹമ്മദ് ഹൈദറിനെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ്. എന്തായാലും ഇതിൽ രണ്ടുപേരും ആരെങ്കിലും വധിക്കപ്പെട്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വാർത്തകളില്ല. ഇവർ രണ്ടുപേരും ഈ ആക്രമണത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിലും ഈ അലി മുഹമ്മദ് ഹൈദർ എന്ന് പറയുന്ന ആൾ അങ്ങനെ വെളിച്ചത്ത് വരുന്ന ആളല്ല. അദ്ദേഹം ഈ ഭീകരപ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നയാളാണ്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള സീസ്ഫയർ അറ്റംപ്റ്റ്, ഇറാന്റെ ഭാഗത്തുള്ള സീസ്ഫയർ അറ്റംപ്റ്റ്, ലെബനോൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള സീസ്ഫയർ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. നെതന്യാഹു ഇൻ പ്രിൻസിപ്പിൾ ഇതിനോട് സഹകരിക്കാമെന്ന് ഈ ദിവസങ്ങളിൽ സമ്മതിച്ചതായി പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ വലിയ പ്രഷറുണ്ട്. അപ്പം അദ്ദേഹം ഇൻ പ്രിൻസിപ്പിൾ, അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ അവരുടെ ബന്ദികളെ കിട്ടണമെന്നുള്ളത് തന്നെയായിരിക്കും. ഞാൻ പലതവണ സൂചിപ്പിച്ചതാണ്, ഈ പറഞ്ഞ 251 ബന്ദികളെയും ഡെഡ് ഓർ അലൈവ് എന്ന നിലയിൽ കണക്ക് കൊടുത്ത് എത്തിക്കുവാൻ എന്തായാലും ഇവരെ കൊണ്ട് സാധിക്കില്ല. കാരണം കുറേ ബന്ദികളെങ്കിലും ഇവരുടെ ഇന്ന് മിസ്സായി പോയിട്ടുണ്ടാവും. ബന്ദി രക്ഷപ്പെട്ടു പോയതല്ല, പല ഭീകരന്മാരുടെ കയ്യിലേക്ക് ഇത് കൈമാറപ്പെട്ട് എവിടെയാണെന്ന് അറിയാത്തൊരു സാഹചര്യം. അവരുടെ ഒരു പൗരന്റെ കാര്യത്തിൽ പോലും ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. അപ്പം ഈ നെഗോസിയേഷൻ ടേബിളിലെ ഒന്നാമത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ബന്ദികൾ തന്നെയായിരിക്കും. കൃത്യമായി എണ്ണം ബന്ദി ഒന്നെങ്കിൽ ജീവനോടെ അല്ല മരിച്ചിട്ട് എവിടെ എന്ന് പറയാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ്. അതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ അവരുടെ ആർഗ്യുമെൻ്റ്, അവർക്ക് ഒരു ബഫർ സോൺ കിട്ടേണ്ടി വരും. ലെബനോണും ഇസ്രായേലും തമ്മിലുള്ള റീജിയനിൽ ഒരു 10-15 കിലോമീറ്റർ വീതിയുള്ള ഒരു ബഫർ സോൺ, അവിടെ അതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഇവർ പറയുന്നത് ലെബനീസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ്, UN ഫോഴ്സ് അവിടെ പീസ് കീപ്പ് ചെയ്യാമെന്നാണ്. അവർ പീസ് കീപ്പ് ചെയ്തത് എന്താണെന്നുള്ളത് ഇസ്രായേലിന് നല്ല നിശ്ചയമുണ്ട്. അവർ പീസ് കീപ്പ് ചെയ്ത സമയത്താണ് ഹെസ്ബുള്ളയുടെ ബങ്കർ ഉണ്ടാക്കുകയും അവിടെ ധാരാളമായിട്ട് ആയുധങ്ങൾ സംഭരിക്കുകയും അവിടെ നിന്ന് ഇസ്രായേലിന് നേരെ ഇവരുടെ മൂക്കിന് താഴെ കൂടിയും മേലെ കൂടിയും ഒക്കെ പലതവണ ഈ ഇവരുടെ രാജ്യത്തേക്ക് മിസൈലുകൾ അയക്കുകയും ചെയ്തത്. അപ്പം ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിനോ അല്ലെങ്കിൽ ലെബനീസ് ഫോഴ്സിനോ ഹെസ്ബുള്ളയെ ഒരു തരത്തിൽ നിയന്ത്രിക്കാനാവില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇവർ ഭീകരപ്രവർത്തകരാണ്, മരിക്കാൻ നടക്കുന്നവരാണ്. ഇന്റർനാഷണൽ ഫോഴ്സിനകത്തുള്ളത് ഇന്ത്യയിൽ നടക്കും പോയ പട്ടാളക്കാരാണ്. ഒരു ഭീകരനെ കയറി പിടിച്ച് അവിടുന്ന് മരിക്കാൻ ഈ ഒരു പട്ടാളക്കാരൻ പോലും തയ്യാറാവില്ല. കാരണം അത് അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമല്ല. ഇപ്പം ഇന്ത്യയിൽ നിന്ന് പോയിട്ടൊരു പട്ടാളക്കാരനാണെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ടൊരു ഹിസ്ബുള്ളക്കാരനെ കയറി പിടിച്ച് മരിക്കാൻ അവൻ എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം അവനവിടെ പോയിട്ടുള്ളത് അവൻ്റെ രാജ്യം സംരക്ഷിക്കാനൊന്നുമല്ല, ഒരു സമാധാന ഫോഴ്സിനാണ്. ചങ്ങാതി ആയുധം ഇങ്ങനെ തന്നേക്കാമെന്ന് ചോദിക്കുമ്പോൾ അവൻ കൊടുത്താൽ മേടിക്കും. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ അത് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ഏരിയയുടെ നിയന്ത്രണം നിശ്ചയമായും ഇസ്രായേൽ ആവശ്യപ്പെടും. അതൊക്കെ മറ്റവർ അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സീസ് ഫയറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും രണ്ട് കൂട്ടരും ആക്രമണം വളരെ കടുപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ അവരുടെ സർവ്വശക്തി എടുത്ത് അവർ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പല സ്ഥലങ്ങളിൽ ഇവരുടെ മിസൈലുകൾ വന്ന് വീഴുന്നുണ്ട്. അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ ചുരുക്കമായാണ്. പക്ഷേ മിസൈലുകൾ ധാരാളമായിട്ട് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ ഈ ഈ സീസ് ഫയർ ടോക്കിലേക്ക് നിർബന്ധിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോകാൻ ഹിസ്ബുള്ള അവരുടെ സർവ്വശേഷിയും ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഒരു രസകരമായ വാർത്തയുണ്ടായത്, ഇസ്രായേലിൻ്റെ ഒരു സ്റ്റിംഗ് മിസൈൽ എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു മിസൈലുണ്ട്, സ്റ്റിംഗ് മിസൈൽ. അത് ഒരെണ്ണം ഇറാൻ്റെ കയ്യിലെത്തിപ്പെട്ടി. അത് ശരിക്കും ഒരെണ്ണമല്ല, ഒരു സെറ്റ് ഓഫ് മിസൈൽസ് ആണ്. അത് 2006 ലെബനീസ് വാറിൻ്റെ സമയത്ത് ഇസ്രായേൽ പട്ടാളം അവിടുന്ന് യുദ്ധം മതിയാക്കി തിരിച്ചു പോകുന്ന സമയത്ത് അവർ മറന്നു വെച്ചതോ അല്ലെങ്കിൽ ഇവരെടുത്തു അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടാവും, ഈ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടാവും എന്ന് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം അടക്കം ഒരു മിസൈൽ യൂണിറ്റ് അവരുടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ മിസൈൽ യൂണിറ്റ് ഹിസ്ബുള്ള കൈവശപ്പെടുത്തുകയും ആ മിസൈൽ യൂണിറ്റ് അവർ ഇറാനിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് അവർ അൽമാസ് എന്ന് പറയുന്ന മിസൈലാക്കി മാറ്റി. അൽമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സ്റ്റിംഗ് മിസൈലിൻ്റെ ഫോട്ടോ കോപ്പിയാണ്. അത് ഏകദേശം 2006 ഇത് മോഷ്ടിക്കുന്നത്. 2018 ഈ അൽമാസ് എന്ന് പറയുന്ന ഈ മിസൈല് ഇറാൻ ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ഇറാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി മുതൽ തന്നെ ഇസ്രായേലിന് അറിയാം ഈ സാധനം ഇത് കോപ്പി അടിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇത് സാധാരണ മിസൈലല്ല. ഈ സാധാരണ ആൻറ്റി ടാങ്ക് മിസൈൽസ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നതാണ്, ബാലിസ്റ്റിക് ട്രാക്കില്ല. അതിന് ഒരു ടാങ്കിൻ്റെ സൈഡ് ഐസൈറ്റിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ടെലസ്കോപ്പിൽ കണ്ടിട്ട് ആണ് ഈ മിസൈൽ അയക്കുക. ഈ മിസൈലിന് 17 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. സാധാരണ ടാങ്ക് മിസൈൽസിന് അത്രയും വലിയ റേഞ്ച് ഇല്ല. ഇത് ഐസൈറ്റിൽ വിടുന്നതായതുകൊണ്ട് സാധാരണ ടാങ്ക് മിസൈലുകൾ സ്ട്രൈറ്റ് ലൈനിലേ പോകുള്ളൂ. ടാങ്കിൻ്റെ സൈഡിലാണ് ഹിറ്റ് ചെയ്യുക. ടാങ്കിൻ്റെ സൈഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് തുളച്ചകത്ത് കിടക്കുക ബുദ്ധിമുട്ടാണ്.
അപ്പം അത്തരം മിസൈലുകൾ ഭൂരിഭാഗം ഫെയിലാവും. നേരെ മറിച്ച് ഈ പറയുന്ന സ്റ്റിംഗ് മിസൈൽസിന് ബാലിസ്റ്റിക് ട്രാക്ക് ഉണ്ട്, ഇങ്ങനെ പോകാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പോകാൻ കഴിയുന്നത് ബാലിസ്റ്റിക് ട്രാക്ക് ഉള്ളത് കൊണ്ട് അത് നിലത്ത് നിന്ന് ലോഞ്ച് ചെയ്യാം. മറ്റേ ഈ സാധാരണ ആൻറ്റി ടാങ്ക് മിസൈലുകൾ നിലത്തുനിന്ന് ചെയ്യുന്നത്, നിലത്തുനിന്ന് അതിനെ അയക്കുന്നത് വളരെ അടുത്തുള്ള സ്ഥലത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം കാണണമല്ലോ, കണ്ടിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്തരം മിസൈലുകൾ അയക്കുന്നത് ഒന്നെങ്കിൽ ഡ്രോണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്നാണ്. ഈ സാധനം, ഈ സ്റ്റിംഗ് മിസൈലിന് ഇതിലൊന്നും കയറേണ്ട ആവശ്യമില്ല, നിലത്ത് തന്നെ അയക്കാൻ പറ്റും. കാരണം ഇതിന് ബാലിസ്റ്റിക് ട്രാക്കാണ്, സ്ട്രെയിറ്റ് ലൈൻ ട്രാക്ക് അല്ല. അപ്പം ടാങ്ക് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിസൈലിനെ വെച്ച് സ്മാർട്ട് മിസൈലാണ്. സ്മാർട്ട് മിസൈൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ടാർഗറ്റിനെ കണ്ടുപിടിച്ച് തന്നെത്താൻ പോയിട്ട് ഹിറ്റ് ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാമറയുണ്ട്. ഈ ക്യാമറ ഈ ടാങ്കിനെ ലൊക്കേറ്റ് ചെയ്ത് ആ ടാങ്കിൻ്റെ അടുത്തേക്ക് പോയി ആ ടാങ്കിനെ പോയിട്ട് ഹിറ്റ് ചെയ്യും. ഈ ബാലിസ്റ്റിക് ട്രാക്ക് പറ്റുന്നതുകൊണ്ട് ടാങ്കിൻ്റെ പുറത്ത് പോയിട്ട് ഇതിന് വീഴാൻ പറ്റും. ടാങ്കിൻ്റെ സൈഡിൽ മാത്രമല്ല, ടാങ്കിൻ്റെ പുറത്ത് പോയി വീഴാൻ പറ്റും. ടാങ്കിൻ്റെ പുറം വീക്കാണ്, ടാങ്കിൻ്റെ സൈഡാണ് സ്ട്രോങ്, ടാങ്കിൻ്റെ പുറം വീക്കാണ്. ആളുകൾ ഇറങ്ങാനും കയറാനുള്ള സാധനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് പോയി വീഴുമ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മിസൈലാണ്. അപ്പോൾ ഈ മിസൈലിൻ്റെ ടെക്നോളജി ഇറാൻ കൈവശപ്പെടുത്തി എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭീഷണി തന്നെയാണ്. അപ്പോൾ അവർ അത്തരം മിസൈലുകൾ ധാരാളമായി നിർമ്മിച്ചു എന്നുള്ളത് ഈ ലെബനോൺ അറ്റാക്കിലാണ് ഇസ്രായേലിൽ നിന്ന് കൂടുതൽ മനസ്സിലാവുന്നത്. കാരണം ഇവരുടെ തുരങ്കങ്ങൾ പൊളിച്ച് ആയുധങ്ങൾ പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഇവരുടെ അൽമാസ് എന്ന് പറയുന്ന ഈ മിസൈലുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും ലെബനോണിലുണ്ട്. അൽമാസ് മിസൈലുകൾ ഹിസ്ബുള്ള തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ലെബനോണിലുണ്ടായിരുന്നു. ആ ഫാക്ടറിയൊക്കെ ഒരു തറുത്ത് കളഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദർ വാസ് എ ഫാക്ടറി. ആ കൂട്ടത്തിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന റഷ്യയുടെ ഒരു കോർണറ്റ് എന്ന് പറയുന്ന ആൻറ്റി ടാങ്ക് മിസൈലാണ് വേറെ ഉണ്ടായിരുന്നത്. അതിൻ്റെയും വലിയ സ്റ്റോക്ക് പൈൽ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻറ്റി ടാങ്ക് മിസൈൽ എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ സ്റ്റിംഗ് മിസൈലിൻ്റെ കോപ്പി അടിച്ച അൽമാസ് മിസൈലാണ്. അതിനിടയിലൂടെ ഇസ്രായേലിൻ്റെ എംബസി, ജോർദാനിലെ എംബസി ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 ഭീകരരെ പോലീസുകാർ, അവിടുത്തെ ജോർദാൻ പോലീസുകാർ വെടിവെച്ച് കൊന്നിട്ടുമുണ്ട്. 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് തണുക്കും പിന്നെ മൂക്കും, ഒന്ന് തണുക്കും പിന്നെ മൂക്കും, അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് എവിടേക്കാണിത് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബന്ധികളെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ പ്രഥമവും പ്രാഥമികവുമായ ലക്ഷ്യം. അപ്പോൾ അവർ വളരെ ശക്തമായിട്ട് സർവ്വശക്തി ഉപയോഗിച്ച് ഈ പറയുന്ന ഗാസയിലെ ഭീകരരുടെ സ്ഥലങ്ങളിലും ലെബനോണിലെ ഭീകരരുടെ സ്ഥലങ്ങളിലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ സിറിയയിലും ഡമാസ്കസിൽ ഇവർ താമസിക്കുന്ന ഏതെങ്കിലും പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ അവിടെയും പോയിട്ട് അതിശക്തമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. തിരിച്ച് മറ്റവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ മിസൈലുകൾ അയക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭീകരരുടെ ഭാഗത്താണ് കാഷ്വാലിറ്റീസ് മുഴുവൻ സംഭവിക്കുന്നത്. ഒരു ഭീകരന് 10 സാധാരണക്കാർ വീതം മരിച്ചു പോകുന്നുണ്ട്. അപ്പം മരണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇന്റർനാഷണൽ കോർട്ടിൻ്റെ അറസ്റ്റ് വാറണ്ട്, ഇത് പുട്ടിന് 3 വർഷം മുമ്പ് ഇവർ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചതാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിന്. അറസ്റ്റ് വാറണ്ട് റഷ്യൻ പ്രസിഡന്റിന്റെ എതിരെ പോയി എന്നറിയാൻ പാടില്ല. അപ്പോൾ അവരുടെ അറസ്റ്റ് വാറണ്ടൊക്കെ അത്രയും ഒരു വിലയുള്ളൂ. പക്ഷെ അത് സ്റ്റിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തു എന്ന് വേണേൽ പറയാം. ഇന്റർനാഷണൽ ബോഡിയാണ്, UN കോടതിയാണ്. അപ്പം അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്, ബ്രിട്ടൻ അറിയിച്ചിട്ടുണ്ട്, US അറിയിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. താങ്ക് യു.